ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കുറേ സ്ത്രീകളുടെ ഇതുപോലുള്ള ആട്ടമാണ് നമ്മൾ കാണുന്നത്. അത് എവിടെയാണ് ഇട്ട് ആട്ടുന്നതെന്നുള്ളത് ഞാൻ പച്ചയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. കുറേ സ്ത്രീകളുണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല. ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, കുറേ അവളുമാരുണ്ട് ഇതുപോലെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ മാറ് കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീകൾ നടക്കുന്നത്. കാരണം അത് വെച്ച് മുതലെടുപ്പ് നടത്തുവാണ്. സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് മുതലെടുപ്പ് നടത്താൻ നടക്കുന്ന കുറേ അവളുമാരുണ്ട്. വൃത്തി കാണിച്ചു കൂട്ടുന്ന വൃത്തികേടിനെതിരെ ഒരു സഹോദരൻ്റെ പ്രതികരണം ഒന്ന് കാണാം. 2 മക്കളുള്ള സ്ത്രീയാണ് ഈ കാണിക്കുന്നത്. സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അവരിങ്ങനെ കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, ചില ആമ്പിളർക്ക് ഇപ്പോൾ 1000 കാണുമായിരിക്കും. ചില ആമ്പിളെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഞെടപ്പുള്ളവന്മാർക്ക് ചില 1000 കാണുമായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ സർക്കാർ ഇപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെ നിർത്തലാക്കി വന്നിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ ഒറ്റ നിർത്തലങ്ങാക്കണം. ഈ ചുമലയും പച്ചയും കളറുള്ള ഈ വെള്ളയും കളറുള്ള ബ്രായൊക്കെ അങ്ങ് നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ ചേച്ചിമാർ ഇത് എങ്ങനെ കാണിക്കും? ഈ സംഭവം ഇട്ടുകൊണ്ടല്ലേ ഇപ്പോൾ അവർ കാണിക്കുന്നത്. അവർക്ക് അതുപോലും വേണമെന്നില്ല. നിവൃത്തികളുകൊണ്ട് അതിങ്ങനെ എന്തെങ്കിലും ഒരു തുണി വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിട്ടുകൊണ്ട് അവരങ്ങ് കാണിക്കുന്നുണ്ട്. ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ ഇവർ എങ്ങനെ കാണിക്കും? തുണി ഒന്നുമില്ല, അതുപോലും ഇല്ലാതെ കാണിക്കുമായിരിക്കില്ലേ? എന്തിനു വേണ്ടി? റീച്ചിന് വേണ്ടിയായിരിക്കും. ഞാൻ നോക്കട്ടെ, സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ ആമ്പിളരപ്പോൾ എങ്ങനെ ഒന്ന് ഒരു റീച്ച് ഒരു സെലിബ്രിറ്റി ആകും? അത് നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇവളുമാർ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരി, ഇപ്പം തന്നെ ഓൾറെഡി ഇപ്പം തന്നെ ആമ്പിളർ 40-30 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരില്ല. കാരണം മുട്ടയിൽ ഇരുന്നവർക്ക് വേറെ റിലേഷനായിട്ട് അങ്ങ് കല്യാണം കഴിച്ചെന്ന് പോവുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 40 വയസ്സ് കിട്ടുന്ന ആമ്പിളർ പിന്നെ കിട്ടുമെന്നുണ്ടോ? ഈ വായോടെ നിർത്തലാക്കി ഇങ്ങനെ ഓരോ ചേച്ചിമാർ വീഡിയോസ് ഒക്കെ ഇടുവാണെങ്കിൽ അവന്മാർ കല്യാണം കഴിക്കുമോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ കൂടുതലും കാണും എന്നെപ്പോലെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സർക്കാർ ഈ പ്രായമൊക്കെ നിർത്താൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ചില കൂട്ടുകാരന്മാരെങ്ങനെ കാണില്ല. അവർക്ക് ഷെയർ എടുത്തിട്ട് പോയിട്ട് നിങ്ങളിനകത്ത് അനുയോജിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് കേട്ടോ. ഞാൻ അനുയോജിക്കുന്നുണ്ട്. ഈ സംഭവം പെട്ടെന്ന് നിർത്തലാക്കിയായിരുന്നെങ്കിൽ അതില്ലാതെങ്കിലും വീഡിയോസ് കാണാമല്ലോ. അത് നോക്കിയിരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട് അങ്ങനെ ഇടാൻ വേണ്ടി. എന്തായാലും ഈ ഒരു സഹോദരന്റെ പ്രതികരണം എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു അല്ലേ? ഇതുപോലെ ഓരോ ആൾക്കാരും പ്രതികരിക്കണം. കുറേ സ്ത്രീകളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ കുറേ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച അവന്മാരെയൊക്കെ സുഖിപ്പിച്ച് ഇങ്ങനെ എല്ലാ കാലവും ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെതിരെ നടപടി വരണം. കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറേ സ്ത്രീകൾ റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ ഒരു രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലത്തെ വൃത്തികേടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരൊക്കെ അതിന് പറ്റിയ സൈറ്റുകളിൽ പോയി ഇത് കാണിക്കട്ടെ. അതില്ല. ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഇതിലൊക്കെയാണ് ഇവളുമാരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത്. മിക്ക സ്ത്രീകളും അതെ. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് ഈ മാതിരി വൃത്തികേടും കാണിച്ച് നടക്കുന്നത്. അവളുമാർക്കൊന്നും ഒരു നാണവും ഇല്ല, ഉളുപ്പും ഇല്ല, മാനവും ഇല്ല. വീട്ടുകാരെയും പേടിക്കേണ്ട, ഭർത്താവിനെയും പേടിക്കേണ്ട, മക്കളെയും പേടിക്കേണ്ട, ഒരു നാണമില്ലാതെ ഇങ്ങനെ കാണിച്ച് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ആൾക്കാർ പ്രതികരിക്കണം. ഇപ്പം ഈ ഒരു സഹോദരൻ്റെ പ്രതികരണമാണെങ്കിൽ പോലും കൊള്ളാം, നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ, കുറേ സ്ത്രീകൾ ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ കുറേ അവളുമാരുണ്ട്. നിഷാന, നിമിഷ ബിജോ, നിഷാശ്രീ, അങ്ങനെയുള്ള കുറേ സ്ത്രീകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇമാതിരി ലൈവിൽ വന്ന് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് അവളുമാരുണ്ട്. നമ്മളൊക്കെ അവളുമാരെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ അവളുമാരൊക്കെയാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പതിവ്രത എന്നുള്ള രീതിയിലാണ് അവളുമാരുടെയൊക്കെ പ്രതികരണം. ആരെന്ത് പറഞ്ഞാലും ഒരു നാണോ ഇല്ല, ഉളുപ്പും ഇല്ലാതെ അവളുമാരിങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും. ഇതിനെതിരെയൊക്കെ നടപടി വരണം. ഇതൊക്കെ നിർത്തലാക്കണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലത്തെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപരാധങ്ങൾ അയ്യോ ഒരു രക്ഷയില്ല. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നമ്മുടെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു മോളിൽ ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. അതിലൊരു DJ സാന എന്ന് പറയുന്നിട്ട് സംഭവമാണെന്നുള്ള രീതിയിൽ ഒരു പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ പെണ്ണ് കാണിച്ചു കൂട്ടിയ വൃത്തികേട് എൻ്റെ പൊന്നോ, ഒരു അല്പവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അങ്ങ് മൊത്തം അങ്ങ് പ്രദർശിപ്പിച്ച് കുലുക്കി മറിച്ച് ഡാൻസ് കളിച്ച് അങ്ങ് തിമിർത്തു. അതിനെതിരെയും ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികരണത്തിന് മേലെ ഇതുപോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളതൊക്കെ ആസ്വദിക്കുന്ന കുറേ ഞരമ്പന്മാരുണ്ട്. അവർ ഇത് സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നവർക്കെതിരെ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വന്ന് ചീത്ത പറയാനും തെറി പറയാനും ആയിരിക്കും ആൾക്കാരുള്ളത്. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുക, എന്നാൽ പിന്നെ നിനക്കുമൊക്കെ അങ്ങനെ കാണിച്ച് നടന്നാൽ പോരെയെന്ന്.
ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരൊന്ന് ചിന്തിച്ചാൽ മതി. ഇവന്മാരുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതല്ലേ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അവരൊക്കെയാണ് ഇതുപോലെ കാണിച്ചു നടക്കുന്നതെങ്കിൽ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ മറ്റുള്ളവരുടെ വൃത്തികേട് കണ്ട് ആസ്വദിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറേ അവന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള അവളുമാർ കൂടുതൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇവളുമാർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ വഴി എത്രയോ രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം കാണാം. ഇത് സ്ത്രീകൾ മാത്രമല്ല, കുറേ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് അഴിഞ്ഞാടുന്ന കുറേ എണ്ണങ്ങൾ. എന്ത് പറയാനാണ്, നമ്മളൊക്കെ ഇതിനെതിരെ എത്രയൊക്കെ പറഞ്ഞാലും സംസാരിച്ചാലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അവളുമാരൊക്കെ കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിക്കുക തന്നെ ചെയ്യും. കാരണം നാണവും മാനവും ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അവളുമാരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്, എൻ്റെ ശരീരത്തിന് ഏത് ഡ്രസ്സ് ഇണങ്ങുന്നോ ആ ഡ്രസ്സ് ഞാനിടും. അതിപ്പം ഈ എത്ര സ്നേഹമുള്ളവരാണേലും സ്നേഹമില്ലാത്തവരാണേലും ആരും പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കേൾക്കില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുക. നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടുന്ന് ഒറ്റക്ക് കൊത്തിപ്പിടിച്ച് കയറുന്ന ശ്രീലക്ഷ്മി. ഇന്ന് കേറി ഞാൻ ഒന്ന് നോക്കട്ടെ.